ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, ചട്ടി കത്തിച്ചിട്ടുണ്ട്. ചട്ടി കത്തിച്ചിട്ടുണ്ട്, സോറി. ഓക്കെ, നമുക്ക് കഴിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് ഒരു ചട്ടിച്ചോറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ചട്ടി വെറുതെ വെച്ച കേട്ടോ, ചട്ടിച്ചോറല്ല അല്ല, ചട്ടി ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ കടല റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കണ്ടോ, കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കടലയുടെ സാധനങ്ങൾ എന്താണെന്ന് എന്തൊക്കെ സാധനങ്ങളാന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാക്കൊത്ത് മെയിൻ ആണേ. തേങ്ങ, അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ സബോള, പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരകം, ഗരം മസാല, വെളുത്തുള്ളി, ഇത്ര സാധനങ്ങൾ. പിന്നെ കുറച്ച് കുരുമുളകും വേണം കേട്ടോ. കുരുമുളക് ഞാൻ ഇതിനകത്ത് ഇട്ട് വെച്ചേക്കുക. പിന്നെ നമ്മുടെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കോക്കനട്ട് ഓയിൽ വാങ്ങിച്ചു കേട്ടോ. ആഹാ, നല്ല അടിപൊളി കോക്കനട്ട് ഓയിൽ. ഓക്കെ, ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലോട്ട് ആദ്യം പെരിഞ്ചീരകം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത്, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ സബോള, ഇത്ര സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കണം. വെയിറ്റ് ചെയ്യാം, നല്ലപോലെ വഴന്ന് വരുന്ന സമയം വരും. അവിടെ മുഴുവൻ വൃത്തികേടായിട്ട് കിടക്കുക. ഓക്കെ, ഇത് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പൊടി ഐറ്റംസ് എല്ലാം നമുക്ക് ചേർക്കാം. ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഇത്ര സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ചേർത്ത് കൊടുത്തിട്ട് തീ കുറച്ച് വെക്കണം, എന്നിട്ട് കരിഞ്ഞു പോവേ. ഓക്കെ, എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഓക്കെ, 1 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും, 1-2 മിനിറ്റ്. അതിൻ്റെ ഒരു ആ പച്ചമണമൊക്കെ ഒന്ന് പോകണം. ഓക്കെ, ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചേക്കുന്നത് ഇപ്പം നല്ല ഇതായിട്ടുണ്ട്. നമുക്ക് ഈ വേവിച്ച് വെച്ചേക്കുന്ന കടല ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കടല വേവിക്കാൻ നേരം ഉപ്പ് ചേർത്തില്ല, സാധാരണ ഉപ്പ് ചേർത്ത് വേവിക്കുന്നത് മറന്നു പോയില്ല. അപ്പം ഉപ്പ് ചേർത്ത് വേവിച്ചാൽ ഉപ്പ് ചേർക്കണം. ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കാൻ വേണ്ടി പോവാം. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ആവശ്യത്തിന് ചേർത്ത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇപ്പം റെഡി ആയി. ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ മതി. ഓക്കെ, മുളക് ചില പരിപാടിയുള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ്. പിന്നെ അതെ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. ഇച്ചിരി കൂടുതൽ ചേർക്കുക, നല്ല ടേസ്റ്റ് ആണ് റോസ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഡൺ, കടല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കറി വെക്കാം. കുറെ 3-4 കറി ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണിക്കാം. അതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്, എല്ലാം റെഡി ആക്കി വെച്ചിട്ട്. ഓക്കെ, ഇത് കഴിഞ്ഞു. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓക്കെ, അത് ലാസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ പോരെ. അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് ഇത് ചെയ്തിട്ട് ടേസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത കറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബേജും ക്യാരറ്റും കൂടെ തോരനാണ്. അപ്പം ക്യാബേജും ക്യാരറ്റും കൂടെ ഞാൻ അരിഞ്ഞ്, പിന്നെ ഇതിനകത്ത് പച്ചമുളക്, അതുപോലെ സബോള, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, തേങ്ങ, ഇത്ര സാധനം ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട്.
ഓക്കെ. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതിയാവും കേട്ടോ. വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് വയ്ക്കാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾ വീട്ടിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വയ്ക്കാം. അതിനുശേഷം നമ്മൾ പാത്രം വെച്ച് തീ ഓൺ ചെയ്ത് ഓക്കെ. ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഇച്ചിരി കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് കണ്ടോ, കടുക് ചേർക്കുക. കടുക് ഒന്ന് പൊട്ടട്ടെ. ഓക്കെ, കടുക് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നല്ലപോലെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ. അതിനുശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ എൻ്റെ കൈക്കണക്കാണ് കേട്ടോ. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഇളക്കി എടുത്താൽ മതി. അത്രയും വെന്താൽ മതിയാവും ക്യാബേജും ക്യാരറ്റും ഒന്നും അധികം വേവിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് മതി. ഞാൻ അടച്ചൊന്നും വെക്കാറില്ല, ജസ്റ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് ചേർക്കണ്ട. ഇതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ വെന്താൽ മതിയാവും കേട്ടോ. ഓക്കെ, ഡൺ. ഓക്കെ, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ക്യാബേജ് തോരൻ റെഡി. വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. 2-3 മിനിറ്റ്. ഇത് അരിഞ്ഞു വെക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡൺ. ഓക്കെ, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അടിപൊളി ടേസ്റ്റ്. കോക്കനട്ട് ഓയിൽ ചെയ്യുന്നതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ മോരുകറി വെക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് മോരേ ഉള്ളൂ കേട്ടോ. ഇച്ചിരി മോരുകറി വെക്കാന്ന് വിചാരിച്ചു. അതിന് രസം വേണം, ഇത് വേണമല്ലോ ഒരു ഇത്. അപ്പൊ മോര് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇച്ചിരി ഇരിക്കട്ടെ, ഉറക്കി. ഓക്കെ, ഇതിനകത്തോട്ട് ചേർത്തു. ഇനി ഇതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവയും ജീരകവും കൂടെ വറുത്തിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഈ അരയ്ക്കുന്നതിനകത്ത് ചേർക്കാം. കണ്ടോ, ജസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം, ജസ്റ്റ് ആവശ്യമുള്ള വെള്ളം ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ, ഇച്ചിരി ഉള്ളതാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. കണ്ടോ, ഇത്ര സാധനമാണേ. ഒറ്റ ഒരു ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി, ഒരുപാട് നേരം വേണം. ഓക്കെ, നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മോര് കറിയുള്ള കുറച്ച് മാത്രം കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റൗ ഓൾറെഡി നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ നമ്മുടെ ജീരകവും ഉലുവയൊക്കെ. അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഇത് വറ്റൽമുളക്, പിന്നെ 2 പച്ചമുളക്, പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഇത്ര സാധനം എടുത്തിട്ടുണ്ട്. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഓക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടതിന് ശേഷം നമുക്ക് വറ്റൽമുളക് അത് ജസ്റ്റ് ഒന്ന് ഒടിച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക.
ഒന്നോ 2 മിനിറ്റ് ഇളക്കിയാൽ മതിയാവും. അപ്പോഴത്തേക്ക് ഇത് വഴന്ന് കിട്ടുവേ. ഓക്കെ, ഇത്ര മതിയാവും. 1-2 മിനിറ്റ് ഇളക്കിയാൽ മതിയാവും. അതിനുശേഷം നമുക്ക് ആ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ഓക്കെ മതിയാവും. ഇനി നമുക്ക് അടുത്ത് വെച്ചേക്കുന്ന എന്നിട്ട് പിന്നെ വേറെ സാധനം കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതെ, ഞാൻ ചേർക്കുന്നതാണ് ഇച്ചിരി, ഒരു ശകലം കായപ്പൊടി, ഇച്ചിരി ശകലം മതിയേ. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് വേണ്ട, ഞാൻ പാകം എന്ന് പറയുന്നത് ഇങ്ങനെ നോക്കും തവിയിൽ. ഓക്കെ, ഇത് പാകമായിട്ടാണ്, നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ഇത് ആറിയതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർത്താൽ മതിയാവും കേട്ടോ. ഇത് കണ്ടോ, ഇതിലൊരു പുക വരും, അപ്പം കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഓക്കെ, മോരുകറി അപ്പം റെഡി. ഓക്കെ, നമുക്ക് ഇനി മീന് മസാല പുരട്ടി വെക്കാം. ഇപ്പൊ ബാക്കി കറികളൊക്കെ വെക്കാനുണ്ട്, അപ്പൊ മസാല പുരട്ടി വെക്കണം, പിന്നെ എളുപ്പപ്പണി ആവുമല്ലോ. ഇത് അയലമീനാണേ, അയലക്കിരിയാന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. ഓക്കെ, സോറി, അവിടെ ഓക്കെ. നമുക്ക് ആദ്യം മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ചിടുക, പിന്നെ അതിന് ശേഷം കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി. വളരെ എളുപ്പത്തിൽ കേട്ടോ, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന സാധനങ്ങൾ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, ആവശ്യമുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇച്ചിരി വേറൊരു സാധനം കൂടെ ഉണ്ട് കേട്ടോ, നമ്മുടെ ഇതുണ്ടല്ലോ കായത്തിന്റെ പൊടി, അത് ഞാൻ ഇച്ചിരി ചേർക്കും. നല്ലൊരു ടേസ്റ്റ് കേട്ടോ, നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കണേ. ഓക്കെ, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് മീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണോ ആവശ്യമുള്ള മീന് അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നല്ല പോലെ മസാല പുരട്ടാം. ഓക്കെ, ഇത് പുരട്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം കുറച്ചു നേരം കേട്ടോ. അപ്പൊ ബാക്കി കറികളൊക്കെ നമുക്ക് ഇത് മസാല പിടിക്കുന്ന സമയം കൂടെ നമുക്ക് ബാക്കി കറികളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ ഓക്കെ, സെറ്റ്. ഇനി വറക്കുന്ന സമയത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ അമ്പഴങ്ങയും മാങ്ങയും കൂടെ ഉപ്പ് പുരട്ടി വെച്ചേക്കുന്നതാണ്. ഓക്കെ, നമുക്കത് അച്ചാറിടാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ചതച്ച് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ, പിന്നെ ഇത് കടുക് ഉലുവയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് കായപ്പൊടി വേണം, ആവശ്യത്തിനുള്ള മുളക് പൊടി വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ അതുപോലെ തന്നെ കടുക്, വിനാഗിരി, ഉപ്പ്, എണ്ണ. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചട്ടി കത്തിച്ചിട്ടുണ്ട്. ചട്ടി കത്തിച്ചിട്ടുണ്ട്, സോറി. ചട്ടിയല്ല ഗൈസ്, സ്റ്റവ് കത്തിച്ചിട്ടുണ്ട്. ആകപ്പാടെ 2 പാത്രമുള്ളൂ കേട്ടോ ഇവിടെ. ഞങ്ങൾ ഗ്രാൻഡ് ഒന്നുമല്ല കേട്ടോ, ഉള്ളത് കൊണ്ടാവണം പോലെ. ഒരു കുക്ക് ചെയ്യും, അത് കഴുകും, പിന്നെ അതിനകത്ത് തന്നെ കുക്ക് ചെയ്യും, ഇതൊക്കെ തന്നെ. നിങ്ങൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും എന്റെ പ്രേക്ഷകര്. നമുക്ക് വഴി ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ, ചട്ടി ചൂടായിട്ടുണ്ട്, പുകയൊക്കെ വരുന്നു. ആവശ്യം പോലെ എണ്ണ അങ്ങ് ഒഴിക്കുക. അച്ചാറാകുമ്പോൾ നമുക്ക് അധികം എണ്ണ വേണം കേട്ടോ, അതുകൊണ്ട് കുറച്ച് അധികം എണ്ണ ഒഴിക്കുക. ഓക്കെ, എണ്ണ ചൂടായി വരുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കടുക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. കടിയിനൊന്നൊരു ദാരിദ്ര്യം നമുക്ക് ആവശ്യമില്ല, അങ്ങ് ചേർക്കുക. അങ്ങ് ചേർത്തിട്ട് കടുക് അങ്ങ് പൊട്ടിയതിന് ശേഷം ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പൊടിച്ചിരുക്ക് പൊടിച്ചിരുക്ക് ആൾക്കാര്. ഗൈസ്, ഇത് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ തീ കുറച്ച് വെക്കുക. കുറച്ച് വെച്ചതിന് ശേഷം ഓഫ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ഓഫ് ചെയ്തേക്കാം, കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഓക്കെ, നമുക്ക് ഇനി ആവശ്യമുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഒരു 2 സ്പൂണോളം 2 ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ സ്പൂൺ കണക്കല്ല ഫ്രണ്ട്സ്, എനിക്ക് അങ്ങനെ ഒരു കൈ കണക്കാണുള്ളത്. ഞാൻ അങ്ങനെ ഒരു ഊഹം വെച്ചങ്ങ് ചേർക്കും. പിന്നെ അതുപോലെ തന്നെ ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. ഇളക്കി ഇളക്കി എണ്ണ തെളിഞ്ഞു വരണം. ഓക്കെ, നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോഴും സിമ്മിലേ ഇടാളൂ കേട്ടോ, കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിമ്മിലിടുക. എന്നിട്ട് ജസ്റ്റ് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം എണ്ണ തെളിഞ്ഞു വരും. ഓക്കെ, അതിനുശേഷം നമ്മൾക്ക് എന്താ പറയാ, നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന ഇതുണ്ടല്ലോ, കടുകും ഉലുവയും കൂടെ പൊടിച്ചു വെച്ചേക്കുന്ന വറുത്ത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതാ കായപ്പൊടി ആവശ്യം അങ്ങ് ചേർക്കുക. കുറച്ച് അധികം അങ്ങ് ചേർത്തോളൂ. ഓക്കെ, കായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം പെട്ടെന്ന് ചേർക്കണം കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഇതുണ്ടല്ലോ, ഇത് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. അമ്പഴങ്ങയും മാങ്ങയും കൂടെ ഉള്ളത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാലും ഒരു ശകലം കൂടെ ഞാൻ ചേർത്തേക്കാം. അച്ചാറായോണ്ട് ഇച്ചിരി ഉപ്പ് വേണം ഇത് പിടിച്ചു കഴിയുമ്പോഴേ. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം അല്ലെങ്കിൽ അത് വെന്ത് പോകും. കാരണം ഇത് കുറച്ച് കട്ടി കുറഞ്ഞ മാങ്ങയാണ്. അമ്പഴങ്ങയ്ക്കും അത്ര കട്ടിയില്ലല്ലോ. വെന്ത് പോയാലും ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഓക്കെ, ഇത് കഴിഞ്ഞു. ഈ പരിപാടി കഴിഞ്ഞു. അച്ചാറപ്പം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അച്ചാർ റെഡി. ഞാൻ ടേസ്റ്റ് ചെയ്ത് അല്ലേ, എന്നെ കൊതി വരുന്ന ആവില്ല. ആഹാ, പൊളി ടേസ്റ്റ്. പെർഫെക്റ്റ്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്കെ, അടുത്തെന്ന് പറയുന്നത് നമ്മള് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ചുട്ടരച്ച ചമ്മന്തി. ഓക്കെ, ചുട്ടരച്ച ചമ്മന്തിക്കാൻ എന്തൊക്കെ സാധനങ്ങളാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്തേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്, ഇഞ്ചി, അത് ചെറിയൊരു കഷ്ണം പുളി, പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളി, പിന്നെ നമ്മുടെ വറ്റൽമുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കേട്ടോ. ഉപ്പ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഇതൊന്ന് ചുട്ടെടുക്കാം. ഓക്കെ, ഇവിടുത്തെ ട്രിക്ക് നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയാ, അടുപ്പിൽ വെച്ച് ചുട്ടെടുക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചുട്ടെടുക്കാന്ന്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വറ്റൽമുളകും ഇതിങ്ങനെ പിടിക്കുക. അമ്മേ അല്ല, ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. നമുക്ക് ഇവിടെ വേണ്ട, കരിഞ്ഞിട്ടുണ്ട്. അപ്പൊ തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കല്ലൊന്നും ഇട്ടില്ല കേട്ടോ. കല്ലിലൊക്കെ എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്.
പക്ഷെ കല്ലൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ മിക്സിയിലിട്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ പിന്നെ മിക്സിയിലിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പം ഇതെല്ലാം നമുക്ക് ഇതിനകത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പുളിയ്, പിന്നെ അതുപോലെ ചെറിയുള്ളി, പിന്നെ വറ്റൽമുളക്, പിന്നെ തേങ്ങ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്താൽ മതിയാവും. ഓക്കെ, ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ, വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, ചുമ്മാ അരച്ചെടുക്കാം. അയ്യോ ഫ്രണ്ട്സ്, ഒന്നും പറയണ്ട, ഞാൻ അറിയാതെ ഇത് ചുട്ടിട്ട് ഈ തവി കൊണ്ട് ഇവിടെ ഇങ്ങനെ വെച്ചു. ഇവിടെ കിഴിഞ്ഞു പോയി, പ്ലാസ്റ്റിക് ഉരുകിപ്പോയി. അയ്യോ, സങ്കടമായിപ്പോയി. ഓക്കെ, സാരമില്ല. കുക്കിംഗ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. നമുക്ക് ഇതെല്ലാം എടുത്തെടുത്ത് തന്നെ തിരിച്ചു വെക്കാം, അല്ലെങ്കിൽ പിന്നെ പണി ഭയങ്കര കൂടുതലാവും. ഓക്കെ, വിനാഗിരി ഇങ്ങോട്ട് വരുമോ? വയ്ക്കൊണ്ടേ ഇരിക്കും. ഒന്നാമത്തെ എനിക്ക് ഇഷ്ടമല്ല അടുക്കള വൃത്തികേടായിട്ട്, നമുക്കൊരു ഇതായിരിക്കും. ഓക്കെ, നീ ഇവിടെ കിടക്ക്. അതിനുശേഷം കൈ ഒന്ന് വാഷ് ചെയ്യട്ടെ. ഇത് ചമ്മന്തി അരയ്ക്കാം കേട്ടോ. ചമ്മന്തി മിക്സിയിൽ വെച്ചു. അരച്ചിട്ടുണ്ട്. ഉണ്ടോ, സൂപ്പറായിട്ട് അരഞ്ഞു കിട്ടുന്നു. നല്ല അടിപൊളി ചമ്മന്തി. ഓക്കെ, ഇനി നമുക്കത് വേറെ പാത്രം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആഹാ, നല്ല പുളിയും നല്ല എരിവും. ആഹാ, സൂപ്പറായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തോട്ട് മാറ്റി വെക്കാം. കൈ കൊണ്ട് തന്നെ എടുക്കട്ടെ. ഇതാ ഇതിനകത്ത് നല്ലപോലെ ആക്കി ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ടെണ്ടടേ. ഓക്കെ, ചമ്മന്തി റെഡി. ഇനി നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. മുട്ട പൊരിച്ചും കൂടെ വയ്ക്കാം, അതൊരു രസമാണല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ എന്തൊക്കെ സാധനം, പച്ചമുളകും സബോളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് മുട്ട അതിനകത്തോട്ട് പൊട്ടിച്ച് ചേർക്കാം. ഒരു 3 മുട്ട ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഓക്കെ എന്നിട്ട് നല്ലപോലെ ഇത് ചെയ്തെടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയേക്കാം. ഓണായിട്ട് ഇത് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതാ നല്ലപോലെ അടിച്ചെടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. നോൺ സ്റ്റിക്കിന്റെ പാനാണ്, പക്ഷെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ശകലം ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ടേസ്റ്റ് ഉള്ളപ്പോൾ നല്ല അടിപൊളിയാണല്ലോ. ഓക്കെ, നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ കുക്കിംഗ് അവിടെ മുട്ട റെഡി ആയിട്ടോണ്ടിരിക്കുകയാണ്. ആ സമയം കൂടെ നമുക്ക് ജസ്റ്റ് ഈ അടുക്കളയൊക്കെ അഴുക്കായിട്ടുണ്ട്. ഈ നമ്മൾ കുക്കിങ്ങിന്റെ സമയത്ത് ഇതൊക്കെ വീണിട്ടുണ്ടല്ലോ, എന്താ പറയാ, ഈ പച്ചക്കറി അരിഞ്ഞതും ഒക്കെ വീണിട്ടുണ്ട്. അപ്പൊ നമ്മള് അതവിടെ വേകുകയും ചെയ്യും. അപ്പൊ ആ സമയം കൂടെ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് തൂത്തുവാരി ഇടുവാണെന്നുണ്ടെങ്കിൽ ആ കിച്ചൺ നമുക്ക് വൃത്തിയോടായിട്ട് കിടക്കത്തില്ല. അപ്പൊ തന്നെ പെട്ടെന്ന് പരിപാടിയൊക്കെ തീരും. അതിനു വേണ്ടിയിട്ട് നമ്മളിനി പ്രത്യേകിച്ച് കിച്ചൺ ക്ലീൻ ചെയ്യുന്ന ഒരു സമയം എന്ന് പറഞ്ഞ് കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഇതിന്റെ കൂടെ ഇത് തന്നെയൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പരിപാടിയും കഴിയും. അതൊക്കെ ഇതിനൊപ്പം ചെയ്യുക നമ്മള്.
ഹലോ ഫ്രണ്ട്സ്, മുട്ട റെഡി ആയിട്ടുണ്ട്, പൊരിച്ചെടുത്തതാണ്. ഇനി നമുക്ക് മീൻ വറക്കാം. മീൻ വറക്കാൻ വേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ചൂടായിക്കോട്ടെ പാന്. അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് മീൻ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന്റെ മസാലയാണ്. ഗ്ലാസ് നമുക്കിത് വറുത്ത് കോരിയതിന് ശേഷം ആ പൊടിയും കൂടി ഇട്ടിട്ട് ഇത് കൂട്ടി പൊടി ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാ വിശേഷം? ഞാൻ ആവശ്യത്തിന് തന്നത്, കുറെ കൂട്ടുകാരെ വിളിച്ചോണ്ട് വന്നേക്കുവാണ്. ഇനി തരുമെന്ന് വിചാരിക്കും. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇനി വേറെ എവിടെയെന്ന് വെച്ചാൽ പോ. അതിന്റെ ആവശ്യമൊന്നുമില്ല. വറുത്ത് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കത് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ആഹാ, എന്താ മണം! കൊതി എന്ന് പറഞ്ഞാൽ അപ്പുറം കൊതിയാണ്. ഇനി കഴിച്ചോളാൻ വയ്യാ നിൽക്കുക. ഓക്കെ, നമുക്ക് ആ ബാലൻസ് ഉണ്ടല്ലോ, ഈ അരപ്പ്, അതും കൂടെ ജസ്റ്റ് ഇതിനകത്തോട്ടിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കുവേ. അതിനകത്ത് കിടന്ന് മൊരിഞ്ഞോട്ടെ. ഇത് മൊരിയുന്ന സമയം കൊണ്ട് ഇപ്പൊ 1 മിനിറ്റ് കൊണ്ട് മൊരിയും കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി പപ്പടം കൂടെ വറുത്തെടുക്കാം. ഓക്കെ, ഇത് മതിയാവും. മൊരിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആവട്ടെ ഈ അരപ്പിനും കൂടെ. ഓക്കെ, ഓഫ് ചെയ്യാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഈ പപ്പടം കൂടെ വറുത്തെടുക്കാം. ആഹാ, എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചട്ടിച്ചോറിന്റെ വിഭവങ്ങളൊക്കെ. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ അടിപൊളി മീൻ വറുത്തത്, അയല കേട്ടോ, അയല ഫ്രൈ. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ പക്ഷെ ഇന്നലെ തലേദിവസം ഉണ്ടാക്കിയ മീൻചാറ് കേട്ടോ, അതൊരു രസത്തിന് വേണ്ടിയിട്ട്. പിന്നെ പപ്പടം, പിന്നെ ഇത് നമ്മുടെ കടല റോസ്റ്റ് ആണ്, തേങ്ങാക്കൊത്തിട്ടേക്കുന്നത് കണ്ടോ, കടല റോസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ മുട്ട വറുത്തത്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ, നല്ല അടിപൊളി ചമ്മന്തി, ചുട്ടരച്ച ചമ്മന്തിയാണ്. പിന്നെ നമ്മുടെ ഇത് ക്യാരറ്റും ക്യാബേജും കൂടെ തോരൻ. ഓക്കെ, പിന്നെ നമ്മുടെ മോരുകറി. മോരിനകത്ത് ഉപ്പ് ചേർക്കണം, ഞാൻ ചേർത്തിട്ടില്ല. മോരുകറി, പിന്നെ അച്ചാറ്, പിന്നെ നമ്മുടെ ചോറ്. ഓക്കെ, ഇതെല്ലാം കൂടെ നമുക്ക് ചട്ടിയിൽ സെറ്റ് ചെയ്യണം. പക്ഷെ ചട്ടിയിൽ സെറ്റ് ചെയ്യാൻ ചെറിയ ചട്ടിയാണ്, അപ്പൊ അതുകൊണ്ട് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ പോകാന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മുടെ കാസ്ട്രോളിനകത്ത് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. എല്ലാം അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെളിയിൽ പോയാൽ നമുക്ക് കഴിക്കാം. അപ്പൊ അതൊരു വേറൊരു വെറൈറ്റി ആവുമല്ലോ. അപ്പൊ ഓക്കെ, ഉപ്പ് ചേർത്തില്ല തന്നെ, അപ്പൊ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഓക്കെ ഓക്കെ, നമുക്ക് ആദ്യം മീൻ ചാറ് ഒഴിച്ചു കൊടുക്കാം. ഒരു ചട്ടി ഉണ്ട്, ചെറിയ ചട്ടി. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു അതിനുശേഷം നമ്മുടെ ആവശ്യമുള്ള ചോറ് മതിയാവും. ഓക്കെ, അതിനുശേഷം നമ്മുടെ അച്ചാർ, സോറി ചമ്മന്തി, അത് മൊത്തം വേണ്ടേ ചമ്മന്തി. പിന്നെ അതിനുശേഷം നമ്മുടെ തോരൻ. പെട്ടെന്ന് വരുന്നോ ഉണ്ടോ? തോരൻ ചേർന്നത്. പിന്നെ നമ്മൾ കടല മെഴുക്ക് പുരട്ടി, പിന്നെ അച്ചാർ കുറച്ച് മതിയാവും. അച്ചാറ്, പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചത്, അതാ ഇതിന് മുകളിലോട്ട് വെക്കാം. മുട്ട പൊരിച്ചത്, പിന്നെ നമ്മുടെ മോര് ഇതാ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് പൊരിച്ചു വെക്കാം. പിന്നെ നമ്മുടെ മീൻ വറുത്തത്, ആവശ്യമുള്ള മീൻ വറുത്തതാ. ഓക്കെ, സെറ്റ്. പപ്പടം വെച്ച് ജസ്റ്റ് ഡെക്കറേഷൻ ഞാൻ സെപ്പറേറ്റ് ആണ് എടുക്കുന്നത്. പപ്പടം വെച്ചുള്ള സെറ്റ് നേരെ എടുക്കാൻ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എത്തിയിരിക്കുകയാണ്. സ്ഥലം ഒരു ബീച്ചാണ് കേട്ടോ. നമ്മൾ എൻ്റെ വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ടോ? നല്ല സ്ഥലമാണ്. അപ്പൊ നമുക്ക് അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാം. ആ സൈഡിലോട്ട് പോണോ ഈ സൈഡിൽ പോണോ? കുറച്ചും കൂടെ എനിക്ക് ആ സൈഡിലതല്ലേ. നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് പണ്ട് വന്നിട്ടുള്ളത്. നല്ല ബീച്ചാണ് കേട്ടോ. കുഴപ്പമില്ലാണല്ലോ. അവിടെ ഒരു കല്ലുണ്ട്, വാ. ഓക്കെ, നമുക്ക് ഇതാ ഇരിപ്പിടം ഉണ്ട് ഇവിടെ. ഓക്കെ, ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കാസ്ട്രോളിനകത്താണ് ഫുഡ് കൊണ്ടുവന്നേക്കുന്നത്. ചട്ടിച്ചോറെന്ന് പറഞ്ഞാലും ഓക്കെ, നമുക്ക് കഴിക്കാം. കണ്ടോ, നോക്ക്. അടിപൊളിയാണ് കേട്ടോ. കവർ ഇരിക്കട്ടെ, ഇങ്ങോട്ട് നീക്കി വെക്കൂ. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഇങ്ങനെ അടിപൊളി ടേസ്റ്റ് ആണോ. ഞാൻ വെച്ചോണ്ട് പറയല്ല, നല്ല സൂപ്പർ ടേസ്റ്റ്. വായിക്ക് കോരി കളയട്ടെ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിക്കുന്നേക്കാൾ നല്ല അടിപൊളി ഇതുപോലത്തെ ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ വന്നു നിന്ന് ആ കടൽക്കാറ്റും ഒക്കെ കണ്ട് ഇങ്ങനെ കടലൊക്കെ ആസ്വദിച്ച്. അയ്യോ, എന്റെ പപ്പടം പോയേ. പക്ഷെ ചട്ടി കിട്ടിയില്ല കേട്ടോ. ചട്ടി വീട്ടിലുണ്ട്. നമ്മള് ചട്ടിക്കകത്തൊക്കെ കൊണ്ടുവരും ഇവിടെ പാടാണ്. മാത്രമേ ചെറിയ ചട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് എന്താ നമ്മള് ഉണ്ടാക്കിക്കൊണ്ട് വന്ന കറിയും കാര്യങ്ങളൊക്കെ നമ്മുടെ പപ്പടവും അതുപോലെ തന്നെ മീൻ വറുത്തതും മുട്ടയും ചമ്മന്തിയും അച്ചാറും നമ്മുടെ കടലമെഴുക്ക് വരെ അടിയിലിരിക്കുക. എന്തോ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നിറച്ച് മീനുണ്ട് കേട്ടോ. കുഴച്ച് ഇങ്ങനെ കുറച്ചിട്ട് നല്ല ഇതായിട്ട് കഴിക്കുക.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ചട്ടിച്ചോറ് കഴിച്ചു, വയറ് ഫുള്ളായി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നവരേക്ക് ബൈ. ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് നല്ല അടിപൊളി 2 സൈഡിലും ഇങ്ങനെ മരങ്ങളാണ് കേട്ടോ. ആ മരം ഇങ്ങനെ വന്നിട്ട് നല്ലൊരു ആർച്ച് പോലെ ഇങ്ങനെ ആയേക്കുവാണ്. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല തണുപ്പാണ്, അതുപോലെ തന്നെ നല്ല പച്ചപ്പും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് വന്നപ്പോൾ ഇവിടെ ഒന്ന് നിർത്തിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ.